നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് നേരത്തെയുണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സ്ഥിരീകരിച്ചു. കേടുപാട് വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് അയക്കുകയായിരുന്നു. റിപ്പയർ ചെയ്യാൻ വലിയ തുകയാകും എന്ന് എറണാകുളത്തെ കമ്പനി അറിയിച്ചു. ഇതോടെ ഉപകരണങ്ങൾ മടക്കി അയക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ന ഉപകരണങ്ങളാണ് റൂമിലുണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽ കുമാറും പ്രിൻസിപ്പൽ PK ജബ്ബാറും നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മറുപടി. മെഡിക്കൽ ഓഫീസർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട വിശദീകരണ കുറിപ്പിലാണ് ഡോക്ടർ ഹാരിസ് ഇക്കാര്യം പറയുന്നത്. കേടായ നെഫ്രോസ്കോപ്പ് കൊച്ചിയിലേക്ക് റിപ്പയറിംഗിനായി അയച്ചിരുന്നു. അതാണ് തിരിച്ചെത്തിയത്. 10 മുതൽ 15 വർഷം പഴക്കമുള്ള നെഫ്രോസ്കോപ്പുകൾ കണ്ടം ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചത്. 2 മാസം മുമ്പാണ് ഇത് അയച്ചതെന്നും അദ്ദേഹം വിശദീകരണത്തിൽ പറയുന്നു. ഇതായിരിക്കാം പരിശോധനയിൽ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും വാർത്താ സമ്മേളനം വിളിച്ചത്. കാണാതായി എന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ഉപകരണം കണ്ടെത്തിയെന്നും എന്നാൽ ഇത് പുതിയതാണോ എന്ന് സംശയമുണ്ടെന്നും ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നിന്നും വലിയ ബോക്സും ബില്ലും അടക്കം ലഭിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടിരുന്നില്ലെന്നും വീണ്ടും നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടെത്തിയതിൽ അസ്വാഭാവികത തോന്നിയതായും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. ഈ ഉപകരണം പുതിയതായി വാങ്ങിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബില്ലിൽ മോസിലോസ്കോപ്പ് എന്നാണ് എഴുതിയിരുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രിൻസിപ്പലിന്റെ പ്രതികരണം. നിലവിൽ ഹാരിസ് ചിറക്കൽ അവധിയിലാണെന്നും താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലാണെന്നും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ CCTV പരിശോധിച്ചുവെന്നും മുറിക്കുള്ളിൽ ആരോ കടന്നതായി വ്യക്തമായെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. എന്തുകൊണ്ട് പോലീസിന് പരാതി നൽകിയില്ല എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് സർക്കാരിനാണെന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നത്. നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യൂറോളജി വിഭാഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന ആരോപണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു. ഓസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ ഭാഗമായ മോസിലോസ്കോപ്പ് എന്ന ഭാഗം കാണാനില്ലെന്നായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരം. എന്നാൽ അത്തരത്തിലൊരു ഉപകരണം കാണാതായിട്ടില്ലെന്നായിരുന്നു ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് പെട്ടി കണ്ടെത്തുന്നത്. ഇത് തുറന്ന് പരിശോധിച്ചപ്പോൾ നെഫ്രോസ്കോപ്പിന്റെ ഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഇതിനു മുകളിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ ബില്ല് എങ്ങനെ വന്നു എന്നത് സംശയത്തിനിടയാക്കിയിരുന്നു. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെ തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു. തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഓഫീസ് മറ്റു റിപ്പോർട്ടിട്ട് പൂട്ടിയെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് വീണ്ടും ഹാരിസ് ചിറക്കലിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനവും നടത്തിയത്. അതേസമയം ഈ വാർത്താ സമ്മേളനം നിയന്ത്രിച്ചത് മറ്റാരോ എന്ന വിവരവും പുറത്തു വന്നിരുന്നു. വാർത്താ സമ്മേളനത്തിനിടെ നിരന്തരം ഇരു ഡോക്ടർമാർക്കും ഫോണിലൂടെ നിർദ്ദേശങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കള്ളനാക്കാനുള്ള ഗൂഢാലോചന എന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് ഈ നീക്കങ്ങൾ. ഡോക്ടർ ഹാരിസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകി നടത്തിയ വാർത്താ സമ്മേളനം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമെന്ന സംശയം ജനിപ്പിക്കുന്നതാണിത്. വാർത്താ സമ്മേളനത്തിനിടെ സൂപ്രണ്ടിന് ഒരു ഫോൺ കോൾ വരുന്നു. ഉന്നത തലങ്ങളിൽ നിന്നാണ് കോൾ എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നാലെ അദ്ദേഹം പരസ്യമായി പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുന്നുണ്ട്, സാറേ മുഴുവൻ റിപ്പോർട്ടും വായിക്കണം എന്ന്. വാർത്താ സമ്മേളനത്തിനിടെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ സൂപ്രണ്ട് നിരവധി തവണ സാർ എന്ന് വിളിക്കുന്നുണ്ട്. ഉന്നതങ്ങളിൽ നിന്നും നിർദ്ദേശം വന്നിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താ സമ്മേളനം എന്നും പറയാവുന്ന രീതിയിലാണ് നിർദ്ദേശം പ്രിൻസിപ്പലിന് കൈമാറി. അതിനുശേഷമാണ് റിപ്പോർട്ട് മുഴുവൻ വായിക്കുന്നതും.